ഈ കല കേരളത്തിലുള്ള ഒരുപാട് മറ്റ് കലകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മറ്റു സാംസ്കാരികമായിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ തെയ്യം, പടയണി, മുടിയേറ്റ്, പൂരക്കളി, കോൽക്കളി, കേരളത്തിലുള്ള 30ഓളം കലകളിൽ 30-ലധികം ഞാൻ പറയും 30-ലധികം കലകളിൽ കളരിപ്പയറ്റ് വളരെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഉള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് പറയാമെങ്കിൽ ഇപ്പോൾ പൂരക്കളി, അത് കുറേ ആൾക്കാർ കൂടി ഒന്നിച്ച് നിന്ന് നൃത്തം വെച്ച് പാട്ടുപാടി താളം ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ചലനങ്ങൾ മുഴുവൻ വാസ്തവത്തിൽ കളരിപ്പയറ്റുന്ന എടുത്തത് മെയ്പ്പയറ്റുന്ന എടുത്ത ചലനങ്ങളാണ്. അതുപോലെ തെയ്യത്തിൽ ആ കല തന്നെ ഒരുപാട് ഹീറോസിനെ വേർഷിപ്പ് ചെയ്യുന്നൊരു കലയാണ്. ദൈവങ്ങളെ വേർഷിപ്പ് ചെയ്യുന്ന പോലെ തന്നെ മനുഷ്യരിലുള്ള ഹീറോസിനെ, വലിയ കളരിപ്പയറ്റ് പ്രഗത്ഭന്മാരെയും സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിരുന്ന കളരിപ്പയറ്റുകാരെയും ഒക്കെ ദൈവക്കരുക്കളാക്കി മാറ്റി തെയ്യപ്പെടുത്തി ആരാധിക്കുന്ന ഒരു കലയാണ് തെയ്യം. അപ്പോൾ അതിലും കളരിപ്പയറ്റിൻ്റെ സ്വാധീനം ഒരുപാട് കടന്നിട്ടുണ്ട്. പടയണി തെക്ക് ഭാഗത്തോട്ടുള്ള കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലുള്ള ഒരു കലയാണ് പടയണി. അതിൽ കളരിപ്പയറ്റിൻ്റെ ഒരുപാട് ചലനങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. പിന്നെ മോഡേൺ കാലത്താണെങ്കിൽ സർക്കസ്, കീലേരി കുഞ്ഞിക്കണ്ണൻ ടീച്ചറാണ് സർക്കസിൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പിതാവ് എന്ന് പറയാം. അദ്ദേഹം കളരി വിദഗ്ധനായിരുന്നു. തലശ്ശേരിയിൽ സർക്കസ് കളരി തന്നെ ഉണ്ടാക്കി. കളരിപ്പയറ്റ് കേരളത്തിലെ സമസ്ത മേഖലകളെയും